ചേട്ടാ നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിരിക്കുകയാണ്. മൂന്ന് സ്ഥലങ്ങളിൽ, അതായത് അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ആൾക്കാർ ദുരിതത്തിലാണ്. മരണസംഖ്യയാണെങ്കിൽ 200 അടുക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പല മാധ്യമങ്ങളും, ഞാൻ ഈ രാവിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ 156 പല ആൾക്കാരും പറയുന്നത്. 200-ലേറെ പേരെ കാണാതായെന്ന് ചിലർക്ക് വാർത്തകൾ പുറത്തു വരുന്നു. 400-ലേറെ ആൾക്കാരെ കാണാതായെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. തലകളില്ലാത്ത, കൈകളില്ലാത്ത പല ആൾക്കാരുടെയും മൃതദേഹങ്ങൾ അവിടെ നിന്നും രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഫ്രീസറുകൾ വേണം. വലിയ രീതിയിലുള്ള സാധന സാമഗ്രികൾ അവർക്ക് ഇനി ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ വേണം എന്നുള്ള വാർത്തകൾ വരുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോഴും, ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങൾ നേരത്തെ കവളപ്പാറയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുത്തുമലയിൽ ഉണ്ടായിരുന്നു. ഈ പുത്തുമലയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ഇപ്പുറത്താണ് ചൂരൽമല എന്ന് പറയുന്ന ഈ പ്രദേശം. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയിരുന്നു. അപ്പോ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളെ തടയാൻ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരു പ്ര- ഇതിനെന്താണ് ഇതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്? ധനുഷ്, ഈ ഓരോ തവണയും ഇതിനൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തെമ്പാടും വരുമ്പോൾ പലപ്പോഴും അതിന്റെ ഒരു രോഷപ്രകടനത്തിന് ഇരയാകുന്നത് സർക്കാർ സംവിധാനങ്ങളും സർക്കാരും ഒക്കെ തന്നെ. പക്ഷെ അതെ, അതെ. ഇതിനകത്ത് നമുക്ക് ഈ പ്രകൃതി ദുരന്തം വരുന്നതിനെ നമുക്ക് തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ സർക്കാരുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഓരോ രാജ്യത്തെയും ഈ പ്രതിരോധം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളും കാലാവസ്ഥാ ഉം, വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന സംഘങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ് അത്. പലർക്കും അതിന്റെ ഒരു ഉം, പ്രാധാന്യം അറിയുന്നില്ല എന്നേ. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഉം, ഈ സമ്പദ് വ്യവസ്ഥ പോലെ ഇതിന്റെ പ്രതിരോധ രംഗം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ കാലാവസ്ഥ, അതുപോലെ ഭൂപ്രകൃതിയെ കുറിച്ചൊക്കെ ഉള്ള പഠനവും അതിന്റെ മന്ത്രാലയവും ഒക്കെ തന്നെ. അവിടെ ഈ നമ്മള് കേന്ദ്ര സർക്കാരിന്റെ ആയാലും സംസ്ഥാന സർക്കാരിന്റെ ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള വിദഗ്ധര് ഇങ്ങനെയുള്ള ഉം, മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്, കാലാവസ്ഥയെ കുറിച്ചായാലും മറ്റുള്ള കാര്യം. പക്ഷെ പലപ്പോഴും നമ്മുടെ സർക്കാരോ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സർക്കാരോ ഇല്ല എങ്കിൽ ഉം, ജനങ്ങളോ ഒന്നും അത് വലിയ കാര്യമാക്കി എടുക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പറയും അപ്പൊ അവരിപ്പോ നാളെ മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പെയ്തില്ലെങ്കിൽ നമ്മൾ അവരെ കളിയാക്കും. പക്ഷെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നതിന് ആ സമയത്ത് നടന്നില്ലെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ പറയുന്ന ആ ഒരു അളവിലേക്കുള്ള മഴകളോ ഇല്ലെങ്കിൽ കാറ്റുകളോ ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ ഉം, കരുതും നമുക്ക് കാറ്റും മഴയും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഈ വകുപ്പുകൾക്ക്, ഇങ്ങനെയുള്ള വ്യതിയാനം വരുന്ന വകുപ്പുകളുടെ ഡ്യൂട്ടി. അവരുടെ ഡ്യൂട്ടി ഉം, പ്രധാനമായും ഈ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് കാർഷിക രംഗമാണ്. ആ കർഷകർക്ക് ഉം, ഉള്ള ഒരു വലിയ മുന്നറിയിപ്പ് അവർ കൊടുക്കും, അടുത്ത വർഷം ഒരു വലിയ വരൾച്ചയായിരിക്കും. അപ്പൊ അതുകൊണ്ട് കർഷകരെ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉം, വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും, അപ്പൊ ജലസേചന സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഇല്ലെങ്കിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഈ ഉം, കൃഷികൾ എങ്ങനെ ആയിരിക്കും ഓരോ. അതുപോലെ തന്നെ മണ്ണിന്റെ ഘടനയനുസരിച്ച് അവർ കൃഷികളെ കുറിച്ച് പറയുന്നുണ്ട്, ഏതൊക്കെ മണ്ണിൽ ഏതൊക്കെ കൃഷി ഇറക്കണം. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ താമസ സ്ഥലത്തെ കുറിച്ചും അവർ കൃത്യമായ ആ, ഒരു ഗൈഡ് ലൈൻ അവർ നൽകാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വീടുകളൊക്കെ, പ്രത്യേകിച്ച് ഈ ഷില്ലോങ്, മിസോറാം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വീടുകളെല്ലാം ഈ മരത്തിന്റെ കാലിലാണ് ആ വീടുകൾ കെട്ടിപ്പോകുന്നത്. വലിയ വീടുകളാണ്, മനോഹരമായ വീടുകളെല്ലാം മരക്കാലിലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ എപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആണ് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുള്ളതും നടത്തുന്നത്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ആയാലും ഒക്കെ തരുന്നത് അതിനു മുൻപ് നമ്മളൊരു മുന്നറിയിപ്പ് ആയി കണ്ട് നമ്മൾ അതിനൊരു രക്ഷാമാർഗം തേടലാണ്. ഞാനിപ്പോ ഒരു ഏറ്റവും അടുത്തൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ രാജ്യത്ത് ഈ ആന്ധ്രാപ്രദേശും ഒഡീഷ, അതിലിപ്പോ ഏറ്റവും കൂടുതലുള്ളത് ഒഡീഷയാണ്. ഈ ഒഡീഷയുടെ തീരപ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5 or 6 ജില്ലകൾ ഉണ്ട് ഈ തീരപ്രദേശങ്ങളിൽ, ഈ ഒഡീഷയുടെ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും എല്ലാ വർഷവും പലപ്പോഴായി വലിയ ചുഴലിക്കാറ്റ് അടിക്കുന്ന പ്രദേശങ്ങളാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വലിയ ശക്തമായ ചുഴലിക്കാറ്റ്, വലിയ നാശനഷ്ടം കാരണം അവർക്ക് മുൻപ് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ആ മുന്നറിയിപ്പ് വന്നു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് അവിടെ ആളുകളെ അവർ ഒഴിപ്പിക്കുന്നത്. അത് ചെറിയ ആളുകളല്ല, 10 or 100 പേരെ അല്ല ഒഴിപ്പിക്കുന്നത്, 10 ലക്ഷം പേര്, 12 ലക്ഷം പേരെയൊക്കെയാണ് അവർ 3 or 4 മണിക്കൂർ കൊണ്ട് ഒഴിപ്പിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും അല്ലെ. ഈ ഒഡീഷയിലെ അതെ. മുന്നറിയിപ്പ്, ഈ ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് 10 ലക്ഷം പേരെ, 12 ലക്ഷം പേരെ അവർ പെട്ടെന്ന് ഒഴിപ്പിച്ചെടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സ്ഥിരമായി ചുഴലിക്കാറ്റ് വരുന്ന ഒരു പ്രദേശമായതുകൊണ്ട്
വലിയ നാശനഷ്ടം വരുത്തുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകളായാലും മറ്റുള്ള ഇടങ്ങളായാലും, അതായത് ഇവരെ പാർപ്പിക്കാനുള്ള ഇടങ്ങൾ സെറ്റാണ് അവിടെ. സെറ്റ് വെച്ചാൽ സ്കൂളുകൾ ഈ ഇവരെ പാർപ്പിക്കേണ്ട സമയം വരുമ്പോഴത്തേനും അതൊരു അഭയാർത്ഥി ഈ ക്യാമ്പായിട്ട് അത് മാറുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം, അതായത് ഓരോ സംസ്ഥാനം അതിന്. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഈ പിന്നെ മഹാരാഷ്ട്ര മുംബൈയില് കുറച്ച് നാളുകൾക്ക് മുമ്പ്, വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു വലിയ വെള്ളപ്പൊക്കം വന്നിരുന്നു. അപ്പൊ അവർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, എങ്ങനെയാണ് ഈ വെള്ളപ്പൊക്കം വന്നത്. ഇപ്പൊ മഴയോടനുബന്ധിച്ചായിരുന്നു വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പ്ലാസ്റ്റിക്, ഈ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് താഴെ തട്ടി നിന്നിട്ട് ഈ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല, അങ്ങനെ കെട്ടി നിന്നതാണ്. അന്ന് അവരൊരു തീരുമാനമെടുത്തു, പ്ലാസ്റ്റിക് നമുക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയുണ്ടായി. അത് ഏറ്റവും തുടക്കം കുറിച്ച് അവിടുത്തെ വഴിയോര കച്ചവടക്കാരാണ് ആദ്യം പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് മറ്റേ പേപ്പർ ബാഗ് കൊണ്ടുവന്നത്. അത് വലിയ വിജയമായി. പിന്നീട് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഈ പ്ലാസ്റ്റിക് വേണ്ട എന്നുള്ള രീതി. അപ്പോ നമുക്ക് ഈ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുമ്പോൾ സർക്കാർ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം കൂടി അതിനുവേണ്ടി ഒരുക്കണം. അതായത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്താണ്, ജലബോംബാണ്. ഇങ്ങനെ ഒരു പ്രകൃതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു ഏരിയ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമാണ് എങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു അലർട്ട് എത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെല്ലായിടവും, കേരളത്തിലെ മാത്രമല്ല ഞാൻ പറയുന്നത്, രാജ്യത്തെല്ലായിടത്തും അങ്ങനെ ഒരു സംവിധാനം എത്തേണ്ടിയിരിക്കും. ലോകത്തെല്ലായിടത്തും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ നമ്മൾ അതിനനുസരിച്ച് വയനാട് പറഞ്ഞു. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തായിരിക്കും എന്നാണ് ബിജുവേട്ടൻ ഒരു നിഗമനം? എന്തായിരിക്കും ഇവിടെയുള്ള വിഷയം? ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നത് അതിന്റെ ഈ മണ്ണിന്റെ ഘടനയും മറ്റുള്ളതും ഒക്കെ അനുസരിച്ച് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകത്തില്ല ഒരിക്കലും. ആലപ്പുഴ കണക്കുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് വെള്ളപ്പൊക്കമില്ല കടലാക്രമണമായിരിക്കും. മറ്റൊരു അതെ, ജില്ലയിൽ വേറൊരു രീതിയിലായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പല ജില്ലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് അറിയാം. ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു വീട്, ഒരു വലിയ വലിയ ബിൽഡിംഗ് വെക്കുന്നത് പോലെ അല്ല കൊച്ചിയിൽ വെക്കുന്നത്. കാരണം കൊച്ചിയിൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. അവിടെ അതിന്റെ അതെ. ഫയലിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് അതിന്റെ മുകളിൽ ബിൽഡിംഗ് കെട്ടുന്നത്. ഇതൊരു അങ്ങനെയുള്ള അത് അശാസ്ത്രീയമായ, അതൊക്കെ ഇനി പരിശോധിക്കേണ്ടതായ വിഷയങ്ങളാണ്. പക്ഷെ ഇത്തരം പ്രകൃതി ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ ദുരന്തങ്ങളെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. അതായത് പെട്ടെന്നുണ്ടാകും പക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട്, നമുക്ക് ഒരുപാട് പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും. ആ പഠനങ്ങൾ നടത്തിയിട്ട് അതിന്റെ ഒരു പോംവഴി എന്താണ്, അവിടെ എന്തുകൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ആ മണ്ണിന്റെ അവസ്ഥ എന്താണ്, ആ മണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പൊ വലിയൊരു കടലാക്രമണം ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, നമുക്ക് സർക്കാരുകളെ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ ഈ പ്രതിഭാസത്തെ നമുക്ക് മുൻകൂട്ടി ഒരു സൂചന നൽകാൻ കഴിയുമെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു ആ സുനാമി വരുന്ന സമയത്ത് തന്നെ ഇന്തോനേഷ്യയിലോ മറ്റോ ഉണ്ടായ ഒരു ഭൂചലനം, കടലിനടിയിലുണ്ടായ ഭൂചലനത്തെ കുറിച്ച് ലോകത്തെമ്പാടും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ഭൂചലനം ഉണ്ടാകുമ്പോൾ ഈ തിരകൾ കൂടുതലായി തള്ളുമെന്നും, അത് വലിയ രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് അത് ഫേസ് ചെയ്യുന്നത്. പക്ഷെ ആ തിരകൾ ഉണ്ടാകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഉണ്ടാകുന്ന ഒരു സമയം, അങ്ങനെയാണെങ്കിൽ തീരദേശത്ത് ഉള്ളവരെ അത് ഒരുപാട് ബാധിക്കും, അവരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം എന്നൊരു സംവിധാനം നമുക്ക് വന്നാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെക്കാളൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. അവിടെ നിന്നൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് ഇവരെ മാറ്റുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മഴക്കാലം വരുമ്പോൾ കുറച്ചുകൂടി നല്ല കാര്യം, ഇതുപോലെ മഴക്കാലം ഹെവി റെയിൻസ് വരുമ്പോൾ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സർക്കാർ ഒരു ഷെൽട്ടർ എവിടെയെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഈ ഒഡീഷയിലും ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിലൊക്കെ അവിടെ ഈ NSSന്റെതും അതുപോലെ തന്നെ മറ്റ് ഈ സ്കൗട്ടുകാര് ഇല്ല പോലീസ്, അവരൊക്കെ ഇവർക്ക് പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട് ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇത് ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതൊന്നും അല്ലല്ലോ, പ്രകൃതിയുടെ തന്നെ വരുന്നതാണ്. അല്ല, ഈ പിന്നെ എന്റെ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഉരുൾപൊട്ടൽ ഇപ്പൊ നമുക്ക് ഈ മഴ പെയ്യുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കും, കടലാക്രമണത്തിന് മുമ്പ് മുന്നറിയിപ്പ് അറിയിപ്പ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു ചേട്ടാ. അല്ല, ഈ ഉരുൾപൊട്ടലിന്റെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഉരുൾപൊട്ടലിന്റെ പ്രധാന റീസൺ എന്താണ്? ഉരുൾപൊട്ടലിന്റെ പ്രധാന റീസൺ ഉം, നീർച്ചാലുകളിൽ അല്ലെങ്കിൽ അരുവികളുണ്ട്. ഈ അരുവികൾ ഉം. ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോഴും ജലം എന്തായാലും ഒരിടത്തും അവസാനിക്കില്ല. ജലത്തിന്റെ ഒഴുക്ക് ഈ അനുസൃതം എവിടെയായാലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഏറ്റവും ശക്തി വായുവിനേക്കാളും ശക്തി ജലത്തിനാണ്. അപ്പൊ ഇത് ഉം. തടയപ്പെടുമ്പോൾ, നീരുറവുകളായാലും നീർച്ചാലുകളായാലും തടയപ്പെടുമ്പോൾ ഈ ജലം നേരെ ഭൂഗർഭം അകത്തേക്ക് പോകും, ഭൂമിയുടെ അടിയിൽ. അതുകൊണ്ടാണല്ലോ ഉം. നമ്മൾ കുഴൽക്കിണറിട്ടാൽ വെള്ളം കിട്ടുന്നത്, അതുകൊണ്ടാണല്ലോ ഭൂമിക്കടിയിൽ വെള്ളം ഉള്ളതുകൊണ്ട്. ഈ വെള്ളം ഈ നീർച്ചാലുകൾ താഴേക്ക് പോകും.
താഴേക്ക് പോകുമ്പോൾ ഈ നീർച്ചാലുകൾ അവിടെയും അവസാനിക്കില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് പുറത്തേക്ക് ചാടണം. അതിന് ഒരു സ്പേസ് നോക്കിയാണ് അത് പുറത്തേക്ക് ചാടുന്നത് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നത്, വലിയ മലകളുണ്ട്. ഈ മലകൾ എന്തുകൊണ്ടാണ് വലിയ രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലകളിൽ പാറയുണ്ട്. ഈ പാറയും മണ്ണും കൂടെ ചേർന്ന് സെറ്റായി നിൽക്കുന്നതുകൊണ്ടാണ് മലകൾ ഇങ്ങനെ വലിയ കരുത്തായിട്ട് നിൽക്കുന്നത്. വെറും മൺകൂനയാണെങ്കിൽ മലയാകില്ല, അതിന് കുന്നെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഈ മലകളിലെ കല്ലുകളിൽ, വലിയ പാറകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ്, ആ മണ്ണ് അതിശക്തമായ വേനൽക്കാലത്ത് ഈ മണ്ണ് നന്നായി പൊടിഞ്ഞു പോകും. പിന്നെ പെട്ടെന്ന് ഒരു മഴ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പാറയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന മണല് ഫുള്ളങ്ങ് ഒലിച്ചു പോവുകയാണ്. പിന്നെ ഈ പാറയുടെ താഴ്ന്ന് വെള്ളം ഈ വലിയ പ്രഷറിലാണ് വരുന്നത് നമുക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഈ എല്ലായിടത്തും എവിടെ ഉരുൾപൊട്ടിയാലും ഇതാണ് അതിന്റെ ഒരു ബേസിക് റീസൺ. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ കാര്യമാണ്. എപ്പോ സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു പ്രതിഭാസം സംഭവിക്കാം, സാധ്യതകൾ ഏറെയാണ്. അപ്പോ ഈ മഴക്കാലത്തേക്ക് വേണ്ടി തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ആണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും ചണ്ഡീഗഡിലാണെങ്കിലും ഒക്കെ അവിടുത്തെ അതിശൈത്യം വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. അപ്പൊ അതുപോലെ നമ്മൾ ഒരു ചെറിയ ഒരു ഷിഫ്റ്റിങ് ഈ ഒരു കാലയളവിൽ നടത്താം. കാരണം ഇത് വലിയ രീതിയിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ ആ ഒരു കാലയളവിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു ഐഡിയ മാത്രമാണ്. നമുക്ക് ചെറിയ രീതിയിലേക്ക് ഒരു ക്യാമ്പ് തുറന്നുകൊണ്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശക്തമായ മഴ നമ്മൾ സ്കൂളിലൊക്കെ അവധി കൊടുക്കാറുണ്ട് വലിയ മഴയൊക്കെ വരുമ്പോൾ. അതേപോലെ നടത്തിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ നടക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ലിത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതിക്ഷോഭങ്ങൾ ഇടിമിന്നലും ഒക്കെ വരുന്ന മുന്നറിയിപ്പ് നൽകിയാലും ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിലല്ല ഇത് വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇപ്പം കാലാവസ്ഥാ നിരീക്ഷകർക്കൊക്കെ അവർക്കൊരു ഒരു പ്രവചനം നടത്താനേ പറ്റൂ. കാരണം അവരുടെ ഒരു കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലനുസരിച്ച് ഇങ്ങനെ സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒരു റെഡ് അലർട്ടോ ഓറഞ്ച് അലർട്ടോ അവർ നൽകും എന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ദുരന്തം നടന്ന സ്ഥലത്തെ പോലെ അത്രയും ഒരു വലിയ ജനക്കൂട്ടത്തിനൊന്നും ഇതിനകത്ത് പ്രതിരോധിക്കാനായിട്ടൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ എന്താണ് ഒരു മൊത്തം തകർന്നു പോവുക എന്നുള്ളൊരു വല്ലാത്തൊരു ദുരന്തമാണ് ഇത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്കാരുകൾ ആലോചിച്ചിട്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ തീരുമാനിക്കും. ഇപ്പൊ ഇതിനകത്ത് ആരും ഞാൻ പറഞ്ഞില്ലേ കുറ്റപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം അതാണ്. അപ്പൊ എല്ലാരും കൂടി യോജിച്ച് നിന്നുകൊണ്ട് പോംവഴികൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നടപ്പാക്കാൻ കഴിയുന്നത്. അല്ലാതെ നമുക്കിപ്പോ ഉരുൾപൊട്ടലെ തടുത്തു നിർത്താനുള്ള സംവിധാനം ഒന്നും ലോകത്തെങ്ങുമില്ല. അതിന്റെ ഇടിമിന്നൽ ചാലകങ്ങളുണ്ട്, ഇടിമിന്നൽ ഏക്കാതെ വീടുകളെ രക്ഷിക്കാൻ. അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ ചാലകവും തകർത്തുകൊണ്ട് വരുന്ന ഇടിമിന്നലുകൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഉണ്ടാകും സ്വാഭാവികമായി. ഇത് സുനാമി വന്നപ്പോൾ നമ്മൾ ആ സുനാമിയെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഈ വലിയ കടൽക്ഷോഭവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ സുനാമിക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഈ വണ്ടികളിൽ തീരപ്രദേശങ്ങളിൽ അനൗൺസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, അത് നിങ്ങൾ കടലിലെ മത്സ്യബന്ധനത്തിന് പോകരുത്, അതുപോലെ തീരപ്രദേശങ്ങൾ മാറി താമസിക്കണം, കടലാക്രമണം ഉണ്ടാകും, തീരപ്രദേശങ്ങൾ താമസിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജനം ഇപ്പം ആ തീരപ്രദേശങ്ങളിലുള്ള ജനം കുറച്ചുകൂടെ അലർട്ടാകുകയും അവരിപ്പോൾ അത്തരം ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പൊ കേരളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു സംവിധാനം ഈ മലയോര മേഖലകളിലുമൊക്കെ നമ്മൾ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു അഭികാമ്യമായ കാര്യമായി. കാരണം ഒഡീഷ ആയാലും ആന്ധ്ര ആയാലും ഒക്കെ മിക്ക സംസ്ഥാനങ്ങളും അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന ഇടങ്ങൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് മണിപ്പൂര്. എപ്പോ ചെന്നാലും അവിടെ ഈ വളരെ പെട്ടെന്ന് അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകും. ഈ മണിപ്പൂര്, അവിടെ ഈ മണിപ്പൂരിലെ ഏറ്റവും വലിയ, മണിപ്പൂർ എന്ന് മാത്രമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ അവർക്ക് ഏതാണ്ട് ഒരു പകുതിയിലേറെ കാലം വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭങ്ങൾ, മണ്ണിടിച്ചിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡില് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഒരു സ്ഥിരം ഇതാണ്. അപ്പൊ അവർക്ക് അതിനെ അതിജീവിക്കാൻ രീതിയിലുള്ള സെറ്റപ്പുകളും വണ്ടികളും ഒക്കെ ഉണ്ട്. നമ്മൾ അതുവഴി എപ്പോഴെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതുവഴി ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർക്ക് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ വഴി വണ്ടി ബ്ലോക്കായി കിടക്കുന്നതാണ്. അപ്പൊ ചോദിക്കുമ്പോൾ പറയാം അവിടെ അപ്പുറത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ കൃത്യമായി തന്നെ അതിന്റെ നമ്മുടെ വാഹനം ഓടിക്കുന്ന വ്യക്തി തന്നെ പറയും അതൊരു 3 മണിക്കൂർ എടുക്കും അത് മാറ്റാൻ. പക്ഷെ അവരത്രയും പ്രിപ്പയർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു, ഇതിനോട് ഇതായിട്ട് നിൽക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് തടയിടുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയണം. ഇപ്പം പാവപ്പെട്ടവൻ ഒരാൾ വീട് വെക്കുന്നതോ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇച്ചിരി മഞ്ഞളോ ഇഞ്ചിയോ നടുന്നതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും. അത് അനധികൃതമായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടി, ഇപ്പം നമ്മൾ പറഞ്ഞ വാഗമണിലൊക്കെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ.
പക്ഷെ അങ്ങനെയാണോ അവിടെ കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കണം. ഈ കെട്ടിടങ്ങൾ ഞാൻ പറയുമ്പം പാവപ്പെട്ട മനുഷ്യൻ വെക്കുന്ന വീടല്ല. അതാണ് ഒരു തെറ്റിദ്ധാരണ ഉം. എല്ലായിടത്തും പരത്തുന്നത്. പാവപ്പെട്ടവൻ ഇത് സാധാരണപ്പെട്ട നമ്മുടെയൊക്കെ ഒരു സാധാരണപ്പെട്ടവന്റെ വീടിനെ കുറിച്ച് അല്ല ഇവിടെ സംസാരിക്കും. വലിയ ബഹുനില കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ റിസോർട്ടുകൾ, വലിയ വലിയ ഹോട്ടൽസുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് തെറ്റില്ല. കാരണം അത് വികസനത്തിന് അനിവാര്യമാണ്. ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് അനിവാര്യമാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ മണ്ണിനോട് കൂടി ഒരു അനുവാദം ചോദിക്കണം. പണ്ടുള്ളവർ പറയില്ലേ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ മണ്ണിനോട് ചോദിക്കണം, മണ്ണിന് ഇത് ഉം. പറ്റുന്നതാണോ. ഒരു തൈ വെക്കുമ്പോൾ, ഒരു ചെടി വെക്കുമ്പോഴും നാം മണ്ണിനോട് ചോദിച്ചിട്ടാണ് ഒരു കർഷകൻ ചെടി വെക്കുന്നത്. ഇത് ഞാൻ വെച്ചോട്ടെ എന്ന് ഉം. ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന്റെ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ടാണല്ലോ സോയിൽ ടെസ്റ്റ് വേണം. ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ പരിസ്ഥിതിയുടെ അനുമതി ആവശ്യമുണ്ട്. ഇതെല്ലാം വന്നിട്ടാണ് നമുക്ക് വലിയ ബിൽഡിങ്ങും വലിയ കൺസ്ട്രക്ഷനും ഒക്കെ എല്ലായിടത്തും നടത്താൻ പറ്റുന്നത്. എത്ര അനുമതി വേണം നമുക്കൊരു കെട്ടിട വട്ടത്തിൽ കെട്ടിപ്പോക്കണമെങ്കിൽ? ഉം. ഉം. എത്ര നാൾ ഇതിന്റെയൊക്കെ പുറകെ നടക്കണം? എത്ര ഡിപ്പാർട്ട്മെന്റ് കയറേണ്ടി വരും? ഉം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ലേ ഈ പരിസ്ഥിതി മലിനീകരണമുണ്ടോ, ഇല്ലെങ്കിൽ അവിടുത്തെ സോയിൽ, നമ്മൾ ആദ്യം സോയിൽ ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത് ഈ വലിയ പരിധി. ഉം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉള്ളതാണത്. പിന്നെ എത്രത്തോളമൊക്കെ ഉം. പാലിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ പരിസ്ഥിതിവാദികളൊക്കെ നമ്മുടെ ഈ പ്രൊജക്ടുകളൊക്കെ വരുമ്പോൾ സമരമായിട്ട് വരില്ലേ. ഉം. ഇപ്പോ അതിരപ്പള്ളിയിലായാലും വാഴച്ചാലായാലും ഈ പ്രകൃതിക്ക് ദോഷം വരുന്നു എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. പരിസ്ഥിതിക്ക് വലിയ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പരിസ്ഥിതി വകുപ്പ് തന്നെ ഒരു വലിയ വകുപ്പാണ് നമ്മുടെ. നമ്മൾ ഉം. വിചാരിക്കുന്നത് ചെറിയ വകുപ്പല്ല, അത് ഇന്ത്യ മാത്രമല്ല, ലോകത്ത് എവിടെയായാലും. ഇപ്പൊ സൗദി അറേബ്യ ഒക്കെ വലിയ ഇമ്പോർട്ടന്റ് ആണ് അതിന് കൊടുക്കുന്നത്. അവിടെ പിന്നെ കാർബണിന്റെ ഇഷ്യൂസുകളാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ. അത് ഒരുപാട് ഇതൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ ബിച്ചേട്ടാ, എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം, വലിയ രീതിയിലുള്ള വേദന നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്നു. ആ സമയം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇത് മുൻനിർത്തി നേരത്തെ പറയുന്നതാണ്. അതായത് കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയൊക്കെ ഉണ്ടായപ്പോഴേ പറയുന്നതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത്. അപ്പോ ദുരന്തങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ സർക്കാർ വളരെ ത്വരിതഗതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമെങ്കിലും ഇത് ഉണ്ടാകാതെ കാക്കേണ്ടതും ഒരു സർക്കാരിന്റെ ബാധ്യതയാണ്, അതിൽ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.